ഹായ് മക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സാംസിന് പഠിക്കാത്തവരും ഉണ്ടാവും, അതുപോലെ തന്നെ നന്നായി പഠിച്ചവരും ഉണ്ടാവും. അപ്പോൾ തീരെ പഠിക്കാത്തവർക്കായിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മുടെ മുന്നിൽ ഒരു ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യപേപ്പർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, അല്ലേ? നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ വരുന്ന കുറേ ചോദ്യങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും വരാൻ സാധ്യത, അതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. പിന്നെ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും നമുക്കറിയാം, അതിനാവശ്യമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ കൈവശം ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് പ്രവർത്തനമാണെങ്കിലും ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറുദു വേർഡ്സാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ട് പോകേണ്ടത്. അങ്ങനെ ഈ വേർഡ്സ് പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രവർത്തനമാണെങ്കിലും, ഇപ്പം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു, നമ്മൾ സ്കൂളുകളിൽ കുറേ ചെയ്തിട്ടുണ്ടാവും, ഏത് തന്നെയാണെങ്കിലും ഇതിലിപ്പോൾ ഇതല്ലാതെ വേറൊരു ക്വസ്റ്റ്യനാണ് വരുന്നത്, എങ്ങനെയും വരാമല്ലോ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ധൈര്യപൂർവ്വം നമുക്ക് അത് ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വേർഡ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ സുഗമമായിട്ട് നമ്മുടെ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ ആ വേർഡ്സും കൂടെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ നിർബന്ധമായും ഈ വാക്കുകൾ കാണാതെ പഠിച്ച് പോവുക. ഓക്കെ, നമുക്കെന്നാൽ തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് സവാലിയ ലഫ്സുകളാണ്, അഥവാ ചോദ്യപദങ്ങൾ. നമുക്കറിയാം കുറേ ചോദ്യപദങ്ങളുണ്ടെന്ന്. ഇതിൽ ആദ്യത്തേതാണ്, മെയിനായിട്ടുള്ള ഒന്നാണ് ക്യാ, എന്ത്. ഇത് നമ്മൾ പഠിക്കണം. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ചിത്രം തന്നിട്ട് യേ ക്യാ ഹേ എന്ന് ചോദിക്കും, ഇത് എന്താണ്? അപ്പം നമുക്കിത് ക്യാ എന്ന് മനസ്സിലാവണം, അല്ലേ, എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ക്യാ എന്നുള്ളത് എന്ത്. അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഈ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ തൊപ്പിയാണ്, ഇത് പൂമ്പാറ്റയാണ്, അങ്ങനെ എന്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫ്രണ്ടിൽ ഈ വേണം. അപ്പോൾ ഈ എന്നുള്ള വാക്ക് നമ്മൾ നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെയാണ് ഹേ. ഈ ഹേ എന്ന് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് എന്താണ്, കണ്ടോ, തിത്തലി ഹേ, ഇത് തിത്തലിയാണ്. യഹാ ഹേ, ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥമാണ് എന്ത്, ഹേ. അപ്പോൾ ഇത് ഒരെണ്ണം ഏകവചനമാണെന്നുണ്ടെങ്കിലാണ് ഈ ഹേ വരുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഹേ, ഇതും അത് തന്നെയാണ്. ഇത് ബഹുവചനത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സെൻറ്റൻസിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഹേ. ബഹുവചനമാണെന്നുണ്ടെങ്കിൽ ഇത്. അതുപോലെ തന്നെ എന്നുള്ളത് നമ്മൾ പഠിക്കുക തന്നെ വേണം കേട്ടോ. ക്യാ, അല്ലേ, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. ഇനി അടുത്ത ചോദ്യപദമാണ് കോൻ ആര്. എന്താണ് കോൻ ആര്? അടുത്തത്, ഇനിയിപ്പോൾ ഈ ക്യാ എന്ന് പറഞ്ഞാലോ, രണ്ട് ക്യാ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കേട്ടോ. കോൻ എന്ന് പറഞ്ഞാലോ ആരൊക്കെ. ഇനി അടുത്തത് കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ. നമുക്കിത് വന്നിട്ടുണ്ടായിരുന്നു, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇന്ന ദിവസം എപ്പോഴാണ്, അങ്ങനെയുള്ള കബ്. എന്താണ് കബ്. അടുത്തത് കിത്തന എന്ന് പറഞ്ഞാൽ എന്താണ്, കിത്തന എത്ര. അപ്പോൾ ഇത് വേണം, കിത്തന എന്ന് പറഞ്ഞാൽ എത്ര. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി അടുത്തതാണ് കോൻസ എന്ന് പറഞ്ഞാൽ ഏത്. കോൻസ എന്ന് പറഞ്ഞാൽ ഏത്. പിന്നെ ക്യോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യപദങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, നമ്മളത് പഠിച്ചിട്ടുണ്ടാവണം. ക്യാ, കോൻ, കബ്, കിത്തന, കോൻസ, ക്യോ. പിന്നെ കൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നാണ്. കൈസ എന്നുള്ളൊരിത് നമ്മളിതിൽ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയും ചോദ്യപദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഇത് നമ്മൾ പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പഠിക്കാൻ മറക്കരുത്. ഇനി അടുത്ത സെഷൻ പഠിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും വരിക എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നോക്കൂ, യേ ക്യാ ഹേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, യേ ക്യാ ഹേ, ഇത് എന്താണ്, ഇതെന്താണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ കോൻ ഹേ എന്ന് പറഞ്ഞാൽ ഇത് ആരാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ജുംലേ ലിഖിയെ, എന്തെങ്കിലും കുറിച്ചിട്ട് ജുംലേ ലിഖിയെ എന്ന് പറയും. ചിലപ്പോൾ സ്കൂൾ കെ ബാരേ മേ ജുംലേ ലിഖിയെ, സ്കൂൾ കേ ബാരേ മേ. ഈ ബാരേ മേ എന്ന് പറഞ്ഞാൽ കുറിച്ച്, അതിനെക്കുറിച്ച് ജുംലേ ലിഖിയെ, ജുംല തയ്യാറാക്കുക.
ജുംല എഴുതുക എന്നാണ് അർത്ഥം. കണ്ടോ? അപ്പോൾ ഇത് പഠിക്കുക. കെ ബാരേ മേ ജുംലെ ലിഖി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളവിടെ ചെയ്യേണ്ടത്? വാചകങ്ങൾ എഴുതുക. അതിനെക്കുറിച്ച് സ്കൂളിനെക്കുറിച്ച്. ഇപ്പോൾ സ്കൂളാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ വാചകങ്ങൾ എഴുതണം. ഏതിനെക്കുറിച്ച്? സ്കൂളിനെക്കുറിച്ച്. ഇനിയിപ്പോൾ ആ സ്കൂൾ മാറ്റിയിട്ട് ഗറാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എഴുതുക? അപ്പോൾ നമ്മൾ പറയും വീടിനെ കുറിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ എന്താണെന്ന് നോക്കുക. ഇനിയിപ്പോൾ ഈ കെ ബാരേമേ ജുംലെ ലിഖി എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകങ്ങൾ എഴുതുക എന്നാണ് അർത്ഥം. ഇനി അടുത്തത് ഒരെണ്ണമാണ് ഗുഫ്തഗു. ഗുഫ്തഗു തയ്യാർ കീജിയെ. എന്താ ഈ ഗുഫ്തഗു? ഗുഫ്തഗു എന്ന് പറഞ്ഞാൽ സംഭാഷണം. ഗുഫ്തഗു തയ്യാർ കീജിയെ, ഗുഫ്തഗു തയ്യാറാക്കുക, അല്ലെങ്കിൽ ഗുഫ്തഗു പൂരാ കീജിയെ എന്നൊക്കെ ആയിരിക്കും പറയുക. ഗുഫ്തഗു തയ്യാറാക്കുക, സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഗുഫ്തഗു എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണമാണ്. ഇനി അടുത്തത് ഒരെണ്ണം ഉണ്ട്, ഹമാവാസ് അൽഫാസ് ചുൻകർ ലിക്കി. ഹമാവാസ് അൽഫാസ് അഥവാ റൈമിംഗ് വേർഡ്സ് തിരഞ്ഞെടുത്ത് എഴുതുക. ഹമാവാസ് അൽഫാസ് ചുൻകർ ലിക്കിയേ. കേട്ടോ? റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക വരാറുള്ളതാണ് ചോദ്യപേപ്പറിൽ, അല്ലേ? റൈമിംഗ് വേർഡ്സ് തിരഞ്ഞെടുത്ത് എഴുതുക. ഇനിയിപ്പോൾ പൂരാ കീജിയെ എന്ന് പറഞ്ഞാലോ? പൂരാ കീജിയെ എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കുക എന്നാണ് അർത്ഥം. ചിലപ്പോൾ ഗുഫ്തഗു തയ്യാർ കീജിയെ എന്നാവാം, ഗുഫ്തഗു പൂർത്തിയാക്കുക എന്നാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായി? പൂരാ കീജിയെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാവുന്നതാണ്. പിന്നെയോ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. സ്വഹീഹ് ലഫ്സ്, സ്വഹീഹ് അല്ലെങ്കിൽ സ്വഹീഹ് ജവാബ് ചുൻകർ ലിഖിയെ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ബ്രാക്കറ്റിലൊക്കെ തന്നിട്ട് പറയാറില്ലേ? സ്വഹീഹ് ജവാബ് ചുൻകർ ലിഖിയെ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം എന്നാണ് എഴുതുക. ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഈ ലിഖിയെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എഴുതുക എന്നാണ് അർത്ഥം കേട്ടോ. തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സവാലും കി ജവാബ് ലിഖി എന്ന് പറഞ്ഞാൽ എന്താ? സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്, ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരവാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? സ്വഹീഹ് ജവാബ് ചുൻകർ ലിഖിയെ, അതുപോലെ തന്നെ സ്വഹീഹ് ജുംലെ ചുൻകർ ലിഖിയെ. ചില ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ താഴെ ജുംല ശരിയാക്കി എഴുതാൻ പറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വഹീഹ് ജുംലെ ചുൻകർ ലിഖി എന്നാണ് വരിക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വേർഡ്സ് പഠിക്കാം. നമ്മൾ ഏ ഹേ ഒക്കെ പറഞ്ഞു. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട ഒരു വാക്കാണ് മേര അല്ലെങ്കിൽ മേരി എന്നൊക്കെ പറഞ്ഞാൽ, മേര അല്ലെങ്കിൽ മേരി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്കാണ്, നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്തത് ഹൂബ് സൂറത്ത് എന്നുള്ള വാക്ക് അഥവാ ഭംഗിയുള്ളത് എന്നുള്ള ഒരു വാക്കാണ്. അത് നമുക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, ഭംഗിയുള്ളത്. ഹൂബ് സൂറത്ത് ഹേ, ഇത് ഭംഗിയുള്ളതാണെന്നൊക്കെ പറയില്ലേ? ഭംഗിയുള്ളത്. ഇനി അടുത്തത് പ്യാര എന്നുള്ള വാക്ക്. പ്യാര എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത്. പ്യാര എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത്. അപ്പോൾ ഈ വാക്ക് നമുക്ക് ആവശ്യമാണ് കേട്ടോ, വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാം ഏതിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പസന്തീദ എന്ന് പറയുന്നത്, പസന്തീദ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത്. മേരാ പസന്തീദ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങിയില്ലേ, ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ എവിടെ ഉപയോഗിക്കാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പം സ്കൂൾ എന്നുള്ള വാക്ക്, സ്കൂളിനെ കുറിച്ച് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കൂൾ എന്നുള്ള വാക്ക് എഴുതാൻ പഠിക്കണം. അതുപോലെ തന്നെ സ്കൂൾ മേ എന്ന് പറഞ്ഞാലോ, സ്കൂളിൽ. വെറും സ്കൂളാണെങ്കിൽ വെറും സ്കൂൾ തന്നെ. സ്കൂൾ മേ എന്നാണെങ്കിൽ സ്കൂളിൽ. ഇനിയിപ്പോൾ ഗർ ആണെന്നുണ്ടെങ്കിൽ വീട്. അതേസമയം ഗർമേ എന്നാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വീട്ടിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം. പിന്നെ ഇനി അടുത്ത വാക്കാണ് എന്താണ്? ബനാവോ എന്ന് പറഞ്ഞാൽ ആക്കൂ എന്നുള്ള അർത്ഥമാണ്. എന്നെ നീ അങ്ങനെ നല്ലവനാക്കൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് കേട്ടോ. അതാണിത്. ഇതിൽ
അച്ഛ എന്നുള്ള വാക്ക്, അച്ഛ എന്നുള്ള വാക്ക് നല്ലത്, അച്ഛ എന്നുള്ള വാക്ക് എന്താണ്? നല്ലത് എന്നാണ്. ഇനി തിത്തലി എന്നുള്ള വാക്ക്, തിത്തലി പൂമ്പാറ്റ, തിത്തലി എന്താണ്? പൂമ്പാറ്റ. അപ്പോൾ രംഗ് ബരങ്കി എന്നുള്ള വാക്ക്, രംഗ് ബരങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? രംഗ് ബരങ്കി എന്ന് പറഞ്ഞാൽ വർണ്ണപ്പകിട്ടുള്ളത്. പിന്നെന്താണ്? ഹമാര, ഹമാര അല്ലെങ്കിൽ ഹമാരേ എന്ന് പറയുന്ന വാക്ക് ഞങ്ങളുടെ. ഇനി പൂൽ എന്നുള്ള വാക്ക്, പൂൽ എന്നുള്ള പറഞ്ഞാൽ പൂവ്. ഇനി ഗുലാബ് റോസാപ്പൂവ്, ഗുലാബ് റോസ്. ഇനിയിപ്പോൾ ചത്തരി ഉണ്ട് അതിൽ, ചത്തരി, ചത്തരി എന്ന് പറഞ്ഞാൽ എന്താണ്? കുട. അടുത്തത് മേസ് ഉണ്ട്, മേസ്, മേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേശ. ഇനി കിതാബ്, കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്ക്. ഇനി പെൻസിൽ, പെൻസിൽ എന്നുള്ള വാക്ക്. ഈ കലം നമുക്കറിയാമല്ലോ, കലം എന്ന് പറഞ്ഞാൽ പേന. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ഇതൊക്കെ എന്തിനെയാണെന്നുള്ളത് നോക്കിയോളൂ. സ്കൂളിനെ കുറിച്ചാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. എ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എ എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ട്. എ, ഇത് എൻ്റെ സ്കൂളാണെന്നാണ് നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? ആദ്യം നമ്മൾ എ എന്ന് എഴുതും, അടുത്തത് മേര എന്ന് എഴുതും, പിന്നെ സ്കൂൾ എന്നെഴുതും, ഹേ എന്നെഴുതും. മനസ്സിലായോ? എ മേര സ്കൂൾ ഹേ, ഇത് എൻ്റെ സ്കൂളാണ്. മേര സ്കൂൾ പ്യാരാ ഹേ, എൻ്റെ സ്കൂൾ പ്രിയപ്പെട്ടതാണ്. മേര സ്കൂൾ ഖൂബ്സൂറത്ത് ഹേ, എൻ്റെ സ്കൂൾ ഭംഗിയുള്ളതാണ്. സ്കൂൾ മേ, സ്കൂളിൽ എന്തുണ്ട്? സ്കൂളിൽ പൂമ്പാറ്റയുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ പൂന്തോട്ടമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഈ വാക്കുകൾ. ഇനി ബാക്കിയുള്ള കുറച്ച് വാക്കുകളും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് പഠിക്കാം. അതും കൂടെ പഠിച്ചിട്ട് അടുത്തത് നോക്കൂ. ബാ, ബാ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, ബാ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ഇനി അടുത്തത് മൈതാൻ, മൈതാനം, മൈതാൻ എന്ന് പറഞ്ഞാൽ മൈതാനം. ഇത് നമുക്ക് സ്കൂളിനെ കുറിച്ച് എഴുതാനും ഉപയോഗിക്കാം, കളിയെക്കുറിച്ച് എഴുതാനും പഠിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കളിയുടെ പേര് ക്രിക്കറ്റ്, ക്രിക്കറ്റ് തന്നെ. ഫുട്ബോള്, ഇനിയിപ്പോൾ ആങ്ക് മച്ചോലി, ഈ ഹോക്കി കബഡിയൊക്കെ അത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല. ആങ്ക് മച്ചോലി, കണ്ണ് കെട്ടിക്കളി. ഇനി ചുപ്പാ ചുപ്പി ആണെങ്കിലോ അതെന്താണ്? അത് കണ്ണ് പൊത്തിക്കളി അല്ലേ? കണ്ണ് കെട്ടി കളിയാണിത്. മറ്റേത് പൊത്തിക്കളിയാണ്, ചുപ്പാ ചുപ്പി, പൊത്തിക്കളി. പിന്നെ കളി എന്നുള്ള വാക്ക്, ഖേൽ എന്നുള്ള വാക്ക് കളി. ഇനി കളിക്കുന്നു എന്നുള്ള വാക്ക് ഖേൽത്തേ ഹേ എന്നുള്ള വാക്ക്, ഖേൽത്തേ ഹേ കളിക്കുന്നു. ഇനി ദോ അല്ലെങ്കിൽ ദോ ടീം എന്നുള്ള വാക്ക് പഠിക്കാം. ഓക്കെ, ദോ ടീം, രണ്ട് ടീം. പിന്നെ നമ്മുടെ ദിവസങ്ങളുടെ പേരുണ്ട്, അതുപോലെ തന്നെ നിറങ്ങളുടെ പേരുണ്ട്, 1 മുതൽ 10 വരെ ഉള്ളതുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിറങ്ങൾ ഹര, കാല, ലാൽ, പീല, വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വളരെ സിമ്പിളായി കിട്ടും. അല്ലേ? അതുപോലെ തന്നെ 1 2 3 4 5 അങ്ങനെയുള്ള എണ്ണൽ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ദിവസങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ? ദിവസങ്ങൾ അത് പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്താണ് അതിലുള്ളത്? വേറെ ഇത് ഇമ്പോർട്ടൻ്റ് ആയതാണ് അല്ലേ? എണ്ണൽ സംഖ്യകൾ, ദിവസങ്ങൾ, അതുപോലെ തന്നെ നിറങ്ങൾ. പിന്നെ അതേമാതിരി നമുക്ക് കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. ദാന്ത്, ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്. അതുപോലെ തന്നെ നാക്ക്, നാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് മൂക്ക്, നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്കാണ്. കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവി. അതേപോലെ എന്തായിരുന്നു അതിലുണ്ടായിരുന്നത്? ആങ്ക്, കണ്ണ്. ഈ ആങ്ക് മച്ചോലി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ആങ്ക് എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഇത് നോക്കൂ, ഇത് ഉപയോഗിച്ച് നമുക്ക് കളിയെക്കുറിച്ച് എഴുതാം. ഈ ക്രിക്കറ്റ് ഹേ, ക്രിക്കറ്റ് ഏക്ക് അച്ഛാ കേൽ ഹേ. പിന്നെ ക്രിക്കറ്റ് മൈതാൻ മേ കേൽത്തേ ഹേ, ക്രിക്കറ്റ് മേ ദോ ടീം ഹോത്തേ ഹേ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപയോഗിച്ച് കളിയെക്കുറിച്ചുള്ള സെൻറ്റൻസ് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ തിത്തലിയെക്കുറിച്ചാണ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിലും ഈ വാക്കുകൾ മതി. യേ തിത്തലി ഹേ, തിത്തലി ഖൂബ്സൂറത്ത് ഹേ, തിത്തലി രംഗ് ബരങ്കി ഹേ, തിത്തലി അച്ഛാ ഹേ.
മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒന്നുള്ളത് നമ്മുടെ ആദാബ് എന്നുള്ള വാക്കാണ്. സംഭാഷണമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ആദാബ് നമ്മൾ പഠിക്കണം അല്ലേ? ആദാബ് ആരോടാണോ നമ്മൾ പറയേണ്ടത് അത് അതിന് ശേഷം ചേർക്കുക. ആദാബ് ടീച്ചർ, ആദാബ് അമ്മി, ആദാബ് രാമു, ആദാബ് രാജു, എങ്ങനെയാണ് പറഞ്ഞത് ഈ ആദാബ് പഠിക്കുക. അതുപോലെ തന്നെ ശുക്രിയ എന്നുള്ള വാക്ക്, ശുക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി എന്നുള്ള വാക്കാണ് അല്ലേ? താങ്ക്സ് എന്ന് പറയുന്ന വാക്കാണ് അത്. ഇനി പൗദ എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞല്ലോ. പൗദ എന്ന് പറഞ്ഞാൽ ചെടി എന്നുള്ള വാക്കാണ്. ഇതെന്താണ്? ഇനി ഇതെന്ത് ചെടിയാണ് ചോദിക്കുകയാണെങ്കിൽ ഈ കോൺസാ പൗദ ഹേ. എന്നിട്ട് ഏതെങ്കിലും ഒരു 2 ചെടീൻ്റെ പേര് പഠിക്കുക. ആം കാ പൗദ നമുക്ക് എഴുതാം. ആം കാ പൗദ എന്ന് പഠിച്ചൂടെ? എന്ന് വെച്ചാൽ മാങ്ങയുടെ തൈയാണ്, അമരൂദിൻ്റെ ചെടിയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? അമരൂദ് കാ പൗദയാണ്, അല്ലെങ്കിൽ ഇത് ഗുലാബ് കാ പൗദയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും. പിന്നെ ഇനി ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, ജന്മദിൻ മുബാറക്ക് ഹോ എന്നില്ലേ? ആ മുബാറക്ക് ഹോ അല്ലെങ്കിൽ ജന്മദിൻ മുബാറക്ക് ഹോ എന്നുള്ള വാക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് തയ്യാറാക്കാൻ പറഞ്ഞെങ്കിൽ നമുക്കത് എഴുതാം. ഇനിയിപ്പോൾ ഒരു സംഭാഷണത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വാക്ക്. ഇനി കുറച്ച് വാക്കുകളും കൂടി വേഗം നമുക്ക് പരിചയപ്പെടാം. ഇനിയിപ്പോൾ നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ചോ നെഹ്റുവിനെ കുറിച്ചോ അങ്ങനെ ആരെങ്കിലുമൊക്കെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട കുറച്ച് വാക്കുകൾ. ഒന്ന് ബാബായെ കൗം എന്നുള്ള വാക്ക്. ബാബായെ കൗം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവ് എന്നാണ്. ഇത് പഠിച്ചു വെക്കണം. ബാബായെ കൗം രാഷ്ട്രപിതാവ്. ഇതിപ്പോൾ നമ്മൾ ഗാന്ധിജീന്ന് എങ്ങനെ എഴുതേണ്ടത് അതും പഠിച്ചു വെക്കുക. ഈ ഗാന്ധിജി ഹേ അല്ലേ? ഗാന്ധിജി, ഇത് ഗാന്ധിജിയാണ്. ഗാന്ധിജി നമ്മുടെ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു. ഹമാരെ ബാബായെ കൗം ഹേ. അതുപോലെ തന്നെ ബാപ്പുജി എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത് അല്ലേ? കുട്ടികളൊക്കെ വിളിക്കുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ രണ്ടെണ്ണം ഗാന്ധിജിയെക്കുറിച്ച് എഴുതാൻ പറ്റും. 2 ജുംല എഴുതാം. ഏ ഗാന്ധിജി ഹേ ഗാന്ധിജി ഹമാരെ ബാബായെ കൗം ഹേ. പിന്നെ കുട്ടികൾ എന്നുള്ളതിനുള്ള വാക്കെന്താ? ബച്ചോ. ബച്ചോ അല്ലെങ്കിൽ കുട്ടികൾ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളതിനാണെന്നുണ്ടെങ്കിൽ ഹം എന്ന് എഴുതാം. നമ്മൾ. ഹം ഗാന്ധിജി കോ ബാപ്പുജി പുക്കാർത്തേ ഹേ പ്യാർ സേ. സ്നേഹത്തോടു കൂടി എന്ത് വിളിക്കുന്നുണ്ട്? ബാപ്പുജി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പുക്കാർത്തേ ഹേ വിളിക്കുന്നു എന്നുള്ള വാക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് 2 സെൻറ്റൻസ് അപ്പോൾ അത്രയും മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ നെഹ്റുവിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നെഹ്റു എന്നെഴുതാൻ പഠിക്കുക. നെഹ്റു അല്ലേ? അതേപോലെ തന്നെ അടുത്തത് എന്താണ്? നമ്മുടെ ആരാണിത്? വസീറെ അഅ്സമാണ്. ഇന്ത്യയുടെ വസീറെ അഅ്സമാണ്. അപ്പോൾ ഇത് എഴുതാൻ പഠിക്കുക. പ്രധാനമന്ത്രി. ഇനിയിപ്പോൾ നമ്മുടെ അബുൽ കലാം ആസാദിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആസാദ് എന്നുള്ളത്. ഇനി ആസാദ് ആരായിരുന്നു? വസീറെ തഅലീമായിരുന്നു. വസീറെ തഅലീമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പോൾ ഇത് പഠിക്കുക. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം പഠിച്ച വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്കൂളിനെ കുറിച്ചുള്ള ജുംല തയ്യാറാക്കാൻ പറ്റും. തിത്തലിയെക്കുറിച്ച് തയ്യാറാക്കാൻ പറ്റും. ഒരു സംഭാഷണം തന്നു കഴിഞ്ഞാൽ ആ സംഭാഷണത്തിനെ കുറിച്ച് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ആദാബ് പറയുന്നു. ഇനിയിപ്പോൾ കയ്യിൽ എന്താണ്? ഏ ക്യാ ഹേ. അപ്പോൾ ഇതൊരു ഏക്ക് പൂൽ ഹേ അല്ലെങ്കിൽ ഏക്ക് പൗദാ ഹേ. അപ്പോൾ ഇതെന്ത് ചെടിയാണ്? അതിന് നമ്മൾ പഠിച്ചു ഏത് അല്ലെങ്കിൽ എന്ത് എന്നൊക്കെ പഠിച്ചു അല്ലേ? ഈ കോൺസാ പൗദാ ഹേ. ഇത് ഏത് ചെടിയാണ്? അപ്പോൾ ഇത് അമരൂദിൻ്റെ പൗദയാണ് അല്ലെങ്കിൽ ഇത് ആംകാ പൗദയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. പിന്നെ ജന്മദിനമാണെന്നുണ്ടെങ്കിൽ ജന്മദിൻ മുബാറക്ക് ഹോ എന്ന് പറയാൻ പഠിച്ചു. അതേപോലെ തന്നെ തിത്തലിയെക്കുറിച്ച് പറഞ്ഞു, സ്കൂളിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു പൂവിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് ഗുലാബിനെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞെങ്കിൽ യേ ഗുലാബ് ഹേ, ഗുലാബ് ഖൂബ് സൂറത്ത് ഹേ, ഗുലാബ് ലാൽ ഹേ, ഗുലാബ് മേരാ പ്യാരാ പൂൽ ഹേ, ഗുലാബ് മേരെ പസന്ദീദ പൂൽ ഹേ. അങ്ങനെ എഴുതിക്കൂടെ? ഇനിയിപ്പോൾ ഒരു കളിയെക്കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞാൽ കളിയെക്കുറിച്ചുള്ള വാക്ക് നമ്മൾ പഠിച്ചു അല്ലേ? ഏ ക്രിക്കറ്റ് ഹേ, ക്രിക്കറ്റ് മൈതാൻ മേ കേൽത്തേ ഹേ. അപ്പോൾ ഈ വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ധൈര്യമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച്, നെഹ്റുവിനെക്കുറിച്ച്, ആസാദിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതിൽ ഒരു സെൻറ്റൻസും കൂടി എഴുതണമെന്നുണ്ടെങ്കിൽ പൂരാ നാം, പൂർണ്ണമായ പേര്, മുഴുവൻ പേര് എന്നുള്ള അർത്ഥമാണ്. ഓരോരുത്തരുടെയും മുഴുവൻ പേരും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്താ? ആദ്യം ഗാന്ധിജിയുടെ ആണെന്നുണ്ടെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മലയാളം എഴുതുന്നില്ല, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ജവഹർലാൽ നെഹ്റു.
മൗലാന അബുൽ കലാം ആസാദ്. ഇതാ അത് നമുക്ക് കിട്ടി. ഇപ്പോൾ എങ്ങനെ എഴുതാം? ഗാന്ധിജിയുടെ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതണം, വെറും ഗാന്ധിജി എന്ന് എഴുതിയാൽ പോരാ, ഗാന്ധിജി ക എന്ന് വേണം, ഗാന്ധിജിയുടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ കുറേ വാക്കുകൾ വേറെ ഉണ്ട് കേട്ടോ. ചത്തരി, ഉബാല, അതുപോലെ തന്നെ കേല, സേബ്, അണ്ട, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എക്സ്ട്രാ പഠിച്ച് വയ്ക്കുക. ഞാൻ പറഞ്ഞത് പൊതുവായിട്ട് ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു പോവുക, പരീക്ഷ നന്നായി എഴുതുക. ഹുദാ ഹാഫിസ്.